സുന്ദരിയായ അത്തർ വിൽപ്പനക്കാരി വീട്ടിലേക്ക് വന്ന നാൾ ഭാര്യയില്ലായിരുന്നു. അമ്മയുടെ കൂടെ പെൻഷൻ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. പിള്ളേർ രണ്ടും സ്കൂളിലേക്കും പോയി. നല്ല മണമുള്ള അത്തറുണ്ട് സാറേ, എടുക്കട്ടെ? അവസരം ഞാൻ വിനിയോഗിച്ചു. പ്രായം 40 കഴിഞ്ഞതാണെങ്കിലും പെൺപിള്ളാരോട് കൊഞ്ചിരിക്കാൻ വലിയ ഇഷ്ടമാണ്. കാണട്ടെ നിന്റെ അത്തറുകളെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് ചിരിച്ചു. തുടർന്ന് ബാഗിനുള്ളിൽ നിന്നും ചെറുതും വലുതുമായ കുപ്പികളെല്ലാം സിറ്റ് ഔട്ടിലെ ടൈലിൽ നിരത്തിവെച്ച് വിലകളും പറഞ്ഞു. ഇത് 200, മുല്ലയുടേതിന് 300, പനിനീരിൻ്റേതിന് സ്വല്പം വില കൂടുതലാണ്, 900 വരും. അവളുടെ പറച്ചിലുകളെ ഞാൻ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. നോട്ടം മുഴുവൻ അത്തറുകാരിയുടെ വിയർത്തൊഴുകുന്ന കഴുത്തിലേക്കായിരുന്നു. തുടർന്ന് അത് ഊർന്നു വീഴുന്ന മാരടങ്ങളിലേക്കായിരുന്നു. അവളത് ശ്രദ്ധിച്ചതുകൊണ്ടായിരിക്കണം അവിടേക്ക് ഷാൾ വലിച്ചിട്ടത്. സാറിന് ഇതിലേതാ വേണ്ടത്? അല്പം ഗൗരവത്തോടെയാണ് അവളത് ചോദിച്ചത്. എല്ലാം തന്നേക്കെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ ചിരിച്ചു. വാങ്ങിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ലെന്ന് ഊഹിച്ചുകൊണ്ട് അത്തറ് കുപ്പികളെല്ലാം ബാഗിനുള്ളിലേക്ക് തന്നെ അവൾ എടുത്തു വയ്ക്കുകയാണ്. ഹേയ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എല്ലാം ഞാൻ തന്നെ എടുത്തോളാം. എത്ര രൂപയാകും? അവളുടെ കണ്ണുകൾ വികസിച്ചു. നേരിയ തിളക്കത്തിൽ ആ മുഖം ഒന്നുകൂടെ ശോഭിച്ചു. മനസ്സും വിരലും ഒരുമിച്ചാക്കി അവളുടെ കണ്ണുകൾ കുപ്പികൾ എണ്ണുകയാണ്. ഒടുവിൽ എല്ലാത്തിനും കൂടി 13,500 രൂപയാകുമെന്ന് അവൾ പറഞ്ഞു. അതിൽ നീയും പെടുമോ എന്ന് വെറുതെ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. കുപ്പികളെല്ലാം ബാഗിലിട്ട് അവൾ ഗേറ്റ് കടന്നതിന് ശേഷമാണ് അടി കിട്ടിയപ്പോൾ ചെരിഞ്ഞ എൻ്റെ മുഖം ഞാൻ ഉയർത്തുന്നത്. 5-6 പല്ല് താഴെ പോയെന്ന് വരെ സംശയിച്ചു പോയി. അനക്കം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ പല്ലുകളിലും നാക്ക് തട്ടി നോക്കി. ആശ്വാസമായി. പല്ലുകളെല്ലാം അനങ്ങാതെ തന്നെ അങ്ങനെ ഇരിപ്പുണ്ട്. ആരും കാണാത്തതും ഭാഗ്യമായി. എന്നാൽ വിഷയം അവിടം കൊണ്ട് നിന്നില്ല. ജോലിസ്ഥലത്തെ ഷിഫ്റ്റ് മാറിയതുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഹെൽമറ്റ് തലയിൽ വെച്ചപ്പോഴാണ് പെൻഷൻ വാങ്ങാൻ പോയ ഭാര്യയും അമ്മയും ഓട്ടോയിൽ വന്നിറങ്ങിയത്. അതിൽ നിന്ന് ആ അത്തറുകാരി ഇറങ്ങി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നെ കണ്ട പാടെ അവളും അന്താളിച്ചു. സതീഷേട്ടാ, നിങ്ങൾ പോലീസിനെ വിളിച്ചേ? ഈ കുട്ടിയോട് ആരോ മോശമായി പെരുമാറിയെന്ന്. ഒന്നും മനസ്സിലാകാത്ത പൊട്ടനെ പോലെ ഞാൻ ആ 3 സ്ത്രീകളുടെ മുന്നിൽ നിന്നു. അത്തറുകാരിയുടെ ചുണ്ടിലൊരു പരിഹാസത്തിൻ്റെ ചിരി വിരിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്താ കാര്യമെന്ന് ഞാൻ ഭാര്യയോട് ചോദിച്ചു. ഞാൻ ഉൾപ്പെട്ട ആ രംഗം അവൾ എനിക്ക് തന്നെ വിശദീകരിച്ച് തരികയായിരുന്നു. ഇവിടെ കാർത്തിയാനിയുടെ വീട്ടിലുണ്ടായിരുന്ന അവള് അവിടുന്നാണ് കാര്യം അറിയുന്നത്. ഇവിടെ എവിടെയോ ഉള്ള ആളാന്ന് അമ്മയായിരുന്നു അത് പറഞ്ഞത്. കേസൊന്നും വേണ്ട ചേച്ചിയെന്ന് ആ അത്തറുകാരിയും പറഞ്ഞു. ഭാര്യയോടാണ് പറഞ്ഞതെങ്കിലും എൻ്റെ മുഖത്തേക്കായിരുന്നു അവളുടെ നോട്ടം. അങ്ങനെ വെറുതെ വിടാൻ പാടില്ല മോളെ, ഇവറ്റകളെ എന്ന് ഭാര്യ ശബ്ദിച്ചു. കൂട്ടത്തിൽ പോലീസിനെ വിളിക്കാൻ വീണ്ടും എന്നോട് പറഞ്ഞു. വേണ്ട ചേച്ചി, ചെകിട്ടത്ത് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. കേട്ടപ്പോൾ അടി കിട്ടിയ കവിളിലൂടെ കാതുകളെ ഞാൻ തഴുകി. പോകാൻ വൈകുന്നുവെന്ന് പറഞ്ഞ് ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴാണ് തന്നെ ബസ് സ്റ്റോപ്പിൽ വിടുമോ എന്ന് ആ അത്തറുകാരി എന്നോട് ചോദിച്ചത്. വിടൂ സതീഷേട്ടാ എന്ന് ഭാര്യയും പറഞ്ഞു. എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്ന് അപ്പോഴും എനിക്ക് വ്യക്തമായിരുന്നില്ല. എടോ, തന്നെ ഓർത്തല്ല, തൻ്റെ ഭാര്യയെയും അമ്മയും ഓർത്താണ്. ഇനി മേലാൽ. ബസ് സ്റ്റോപ്പിലേക്ക് ബൈക്കിൽ നിന്നിറങ്ങിയപ്പോൾ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവൾ എന്നോടത് പറഞ്ഞത്. അത്രയും കനത്തിലൊരു താക്കീത് ആരിൽ നിന്നും അതുവരെ ജീവിതം കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. തനിക്കൊരു മോളില്ലേ? ഒന്നും മിണ്ടാതെ താഴ്ന്നു പോയ എൻ്റെ തല ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം വീണ്ടും ഉയർന്നു. പിന്നീട് അവൾ പറഞ്ഞത് ജന്മം മുഴുവൻ എന്നെ പിന്തുടരാൻ കേൾപ്പുള്ള വാക്കുകളായിരുന്നു. വന്നു നിന്ന ബസ്സിൽ കയറി അത്തറുകാരി പോയപ്പോഴും ആ ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നീ ചത്തുപോയാൽ ആ മോൾക്ക് എൻ്റെ ഗതി വരാതിരിക്കട്ടെ. അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു അത്. എന്നെപ്പോലെയുള്ള പല കേസരികളെയും കനത്തിൽ നേരിട്ട തൻ്റെ ഇടവും അവളുടെ ജീവനിലുണ്ട്. അന്നെനിക്ക് ജോലിക്ക് പോകാൻ തോന്നിയില്ല. തിരിച്ച് വീട്ടിലേക്ക് തന്നെ ചെല്ലുകയായിരുന്നു. എന്തു പറ്റിയെന്ന് ഭാര്യ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. കേട്ടപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. തലേന്ന് ഷേവ് ചെയ്തത് കൊണ്ട് അത്തറുകാരിയുടെ കൈ അപ്പോഴും കവളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പാടിൽ നിന്നും ഭാര്യ എല്ലാം വായിച്ചെടുത്തു. ഇതെന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കാത്തത് കൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഒരത്തറുകാരി വന്ന് പോയപ്പോഴാണ് ചുറ്റുമുള്ള മണമെല്ലാം മാഞ്ഞു പോയതെന്ന് കരുതുന്നില്ല. ആയുസിൻ്റെ ആകെ തുകയെന്ന പോലെ ശരികേടിൻ്റെ നാളുകൾ ഒരിക്കൽ ജീവിതത്തിൻ്റെ തുലാസിൽ വീഴുക തന്നെ ചെയ്യും. തുലനം ചെയ്യാൻ പറ്റാത്ത ജീവൻ വല്ലാതെ വിപ്രാളപ്പെട്ടു പോകും. എന്തുകൊണ്ടോ എൻ്റെ കാര്യത്തിൽ ഒരേ നാളിൽ തന്നെ എല്ലാം നടന്നിരിക്കുന്നു. തെറ്റിൻ്റെ തല മണ്ണോളം താഴ്ന്നിരിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.